ഇടുക്കി നെടുങ്കണ്ടത്ത് വാഹനങ്ങൾ മോഷ്ടിച്ച പ്രതി പിടിയിലായി. കുഖയാർ സ്വദേശി ഉണ്ണിക്കുട്ടനാണ് പോലീസിന്റെ പിടിയിലായത്. നെടുങ്കണ്ടത്ത് നിന്നും ഓട്ടോറിക്ഷയും പാമ്പാട്ടുപാറയിൽ നിന്ന് ജീപ്പുമാണ് ഉണ്ണിക്കുട്ടൻ മോഷ്ടിച്ചത്. ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് സംഭവം ആരംഭിക്കുന്നത്. നെടുങ്കണ്ടം ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം നടത്തുന്ന മാളിയേക്കൽ ജോബിൻ ജെയിംസിന്റെ ഓട്ടോറിക്ഷയാണ് പ്രതി ആദ്യം കടത്തിയത്. വാഹനത്തിന്റെ വയറുകൾ വിച്ഛേദിച്ച് നേരിട്ട് കണക്ഷൻ കൊടുത്താണ് ഓട്ടോറിക്ഷ സ്റ്റാർട്ടാക്കിയത്. തുടർന്ന് ഓട്ടോറിക്ഷയുമായി കുമളി മൂന്നാർ സംസ്ഥാന പാതയിൽ സഞ്ചരിച്ച ഉണ്ണിക്കുട്ടൻ പാമ്പാടുംപാറയിലെത്തിയപ്പോൾ ടൗണിൽ നിർത്തിയിട്ടിരുന്ന ജീപ്പ് കണ്ടു. പാമ്പാടുംപാറ വിളയിൽ VS രാജന്റെ ഉടമസ്ഥതയിലുള്ള ജീപ്പും സമാനമായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് കട്ടപ്പനയ്ക്ക് പോവുകയായിരുന്നു. കട്ടപ്പനയിൽ പെട്രോൾ പമ്പിലെത്തിയ ഉണ്ണിക്കുട്ടൻ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാൻ ആവശ്യപ്പെട്ടു. പെട്രോൾ അടിച്ച ശേഷം വാഹനം നിർത്താതെ പോയി. പമ്പ് ജീവനക്കാർ കട്ടപ്പന പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് വിവിധ സ്റ്റേഷനുകളിലേക്ക് വിവരം കൈമാറി. ഇതിനെ തുടർന്ന് പെരുവന്താനം ഹൈവേ പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ജീപ്പുമായി ഉണ്ണിക്കുട്ടൻ പിടിയിലാകുന്നത്. കട്ടപ്പന ചെന്ന് അതിൽ ഡീസൽ അടിച്ചിട്ട് അതിൻ്റെ പൈസ കൊടുക്കാതെ പോയപ്പോഴാണ് അറിയുന്നത്. ഉടനെ കട്ടപ്പന സ്റ്റേഷനിൽ അടിച്ചു. കട്ടപ്പന സ്റ്റേഷനിൽ നിന്നും നമ്മളെ അറിയിച്ച് നമ്മൾ അതിനെ ഫോളോ ചെയ്ത് പെരുമേട് ഹൈവേ പോലീസിനോട് അറിയിച്ച് നമ്മളും പുറകെ പോയി ചേസ് ചെയ്ത് കുട്ടികളെ താഴെ മുറിഞ്ഞ വഴി താഴെ വെച്ചിട്ട് ചേസ് കൊണ്ട് പിടിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ ചെന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതേ സമയം ആദ്യം മോഷ്ടിച്ച ഓട്ടോറിക്ഷ നിർത്താതെയാണ് ഉണ്ണിക്കുട്ടൻ കടന്നത്. ഇതാണ് പ്രതിയിലേക്ക് വേഗത്തിലെത്താൻ പോലീസിന് സഹായകരമായത്. വണ്ടി സ്റ്റാർട്ടാക്കിയത് കീ സ്വിച്ചിൻ്റെ അവിടെ നിന്ന് വയർ കട്ട് ചെയ്തിട്ട് നേരിട്ട് വയർ ഷോർട്ട് ചെയ്തെടുത്തുകൊണ്ട് പോയത്. സാധാരണ നമ്മൾ വണ്ടി രാത്രി പോകുന്ന പോലെ തന്നെ ലൈറ്റും എല്ലാം ഇട്ട് തന്നെയാണ് പോയത്. അതുകൊണ്ട് ആർക്കും അങ്ങനെ ഒരു സംശയം വന്നില്ല. എന്തായാലും പാമ്പാടുപാറ ഞാൻ ചെന്നപ്പോൾ വണ്ടി അന്നേരം ഇട്ട പരുവത്തിന് തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിടക്കുമായിരുന്നു. ഉണ്ണിക്കുട്ടൻ ലഹരിമരുന്ന് കേസ് ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു. കോട്ടയം, ഇടുക്കി ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളിലും ഇയാൾക്കെതിരെ കേസുണ്ട്. ജനം, കൊച്ചി.